ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫ സീൻ ഷൂട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന നല്ല അടിപൊളി ട്വിസ്റ്റ് സീനാണ് കേട്ടോ നാളെ വരാനിരിക്കുന്നത്. അപ്പോൾ മഴ തോരും മുമ്പേൽ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു സീൻ തന്നെയാണല്ലേ നമ്മുടെ സ്റ്റാൻലി ജോസഫ് തൻ്റെ മകളായ അലീനയെ ആദ്യമായി കാണുന്ന ഒരു സീൻ അല്ലേ. അപ്പോൾ നമ്മൾ കുറേ പ്രൊമോസൊക്കെ കേട്ടിട്ടുണ്ട്, ചിലവരൊക്കെ അപ്കമിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടും പിന്നെ നമ്മുടെ ഇതിൽ തന്നെ വരുന്നുണ്ട് ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നാളെ വരാനിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. നമുക്ക് മനസ്സ് അലിയിക്കുന്ന രീതിയിലുള്ള ഒരു അച്ഛൻ്റെ ആ ഒരു ഇത്രയും നാളത്തെ എന്ന് വെച്ചാൽ 10-22 വർഷത്തോളം അറിയാണ്ടിരുന്ന ഒരു സത്യം പെട്ടെന്ന് അറിയുകയും അതുവഴി സ്വന്തം മകളെ പോയി കാണുന്ന ഒരു രംഗം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷത്തിലോട്ട് പോകാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റാൻലി വിളിച്ചിട്ടുണ്ട്, ഞാൻ നമ്മുടെ നെടുമ്പുറയ്ക്കൽ വീട്ടിലോട്ട് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് വരാനായിട്ട് അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് ഇട്ട് തരാമോ എന്ന് സ്റ്റാൻലി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപ്രകാരം ബാലചന്ദ്രൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്കും ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് വരുമ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഒരു അച്ഛൻ എന്ന രീതിയിൽ. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ എന്തെന്ന് വെച്ചാൽ സ്റ്റാൻലി ഇനി എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ റൂമിൽ ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ സ്റ്റാൻലി എത്തിക്കഴിഞ്ഞാൽ അലീന കൊണ്ടുപോകുമോ, അങ്ങനെ പോവുകയാണെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിനെക്കുറിച്ചൊക്കെ അങ്ങനെയുള്ള പല പല ചിന്തകൾ, അലീനയെക്കുറിച്ചുള്ള അവൾ ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നതും തൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വൈജയന്തിയുടെ വായിരിക്കുന്ന ഒരുപാട് അല്ലേ മോശമായിട്ടുള്ള രീതിയിൽ മക്കളുടെ ഭാഗത്തു നിന്നും രോഹിത്താണെങ്കിലും ബബിതയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് അലീന ഇന്ന് ഈ നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പാവം ഒരുപാട് ത്യാഗം സഹിച്ച് തന്നെയാണ് അലീന ഇവിടെ നിന്നിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ അലീനയുടെ റൂമിലോട്ടൊന്ന് ചെല്ലുകയാണ് കേട്ടോ. ചെന്നിട്ട് അലീനയുടെ അടുത്ത് പറയും, അലീന ചേച്ചി ഇവിടെ നിന്ന് പോകണ്ട കേട്ടോ, അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. മോളെ, ഞാൻ പോകാണ്ടിരുന്ന അമ്മ പിന്നെ ഈ വീട്ടിലോട്ട് വരുമോ? നിങ്ങളുടെ അച്ഛൻ അമ്മ നിങ്ങളുടെ 3 പേരും ഒരു സന്തോഷമായിട്ട് ഒരു കുടുംബം പോലെ ഇവിടെ കഴിയണ്ടേ? അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, അപ്പോൾ അലീന ചേച്ചിക്കും ഈ വീട്ടിൽ അവകാശമുള്ളതല്ലേ, അലീന ചേച്ചിയുടെയും കൂടെ അമ്മയല്ലേ എൻ്റെ അമ്മ, പിന്നെന്താ? അപ്പം നമ്മുടെ ബബിത കയറി വരെയാണ് അലീനയുടെ റൂമിലോട്ട് കയറി വരുന്ന സമയത്താണ് ഇവർ തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് അലീനയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എനിക്കുള്ള അവകാശം തന്നെയല്ലേ അലീന ചേച്ചിക്ക് ഉള്ളത്, എൻ്റെ അമ്മ തന്നെയല്ലേ അലീന ചേച്ചീനെയും പ്രസവിച്ചത്, പിന്നെ എന്തിനാ അലീന ചേച്ചി പോണത്, അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നാൽ പോരെ. അപ്പോഴേക്കും നമ്മുടെ അലീന ബബിതയെ കാണേണ്. കൃഷ്ണമോളുടെ അപ്പം തന്നെ പൊത്തി പിടിക്കുകയാണ്, നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ബബിത കയറി അകത്തോട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോൾ ആരുടെ കാര്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ബബിത ഭയങ്കരമായിട്ട് ബബിത ഷോക്കാവണം. ബബിത കേട്ടു, വ്യക്തമായിട്ട് കേട്ടു, കൃഷ്ണമോള് അലീനയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. എങ്കിലും ബബിത ചോദിക്കുകയാണ്, ബബിതയുടെ ആ ടെൻഷൻ കാരണം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് വ്യക്തമാക്കണം. അങ്ങനെ ബബിത ഭയങ്കര ഇതായിട്ട് തന്നെ ചോദിക്കണം, എനിക്കറിയണം ഇവിടെ എന്ത് സത്യമാണ്. അല്ലെങ്കിൽ ഇവൾ പല പ്രാവശ്യമായിട്ട് ഇവളുടെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ ഇവൾ പറയാനായിട്ട് അവൾ വരില്ല, പക്ഷേ അവൾക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം എന്നുള്ളത് എനിക്ക് ആദ്യമേ തന്നെ അറിയാം. കൃഷ്ണൻ പറ അലീന ചേച്ചി, എന്താ സംഭവം, ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ? അലീന ചേച്ചി ശരിക്കും ആരാ? ഞങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണോ? അവസാനം ഒടുവിൽ അലീനയ്ക്ക് ആ സത്യങ്ങളൊക്കെ ബബിതയുടെ മുമ്പിൽ പറയേണ്ടതായിട്ട് വരെയാണ്. അതായത് വൈജയന്തിയുടെ മകളാണ് അലീന എന്ന സത്യം. അപ്പോൾ ഇതെങ്ങനെ എന്താ എന്നുള്ളതൊക്കെ പറയാണ്. അതായത് 10-22 വർഷങ്ങൾക്ക് മുന്നേ അമ്മയ്ക്ക് ഒരു ആളുമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആളിൽ ഉണ്ടായതാണ്. പക്ഷേ അവരെ തമ്മിൽ ഇങ്ങനെ കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും വന്നില്ല. പക്ഷേ ഞാൻ മരിച്ചു എന്ന രീതിയിലാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പിന്നെയാണ് അച്ഛൻ കല്യാണം കഴിക്കുന്ന അമ്മയെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ
മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ സത്യങ്ങളൊക്കെ അച്ഛൻ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ അന്വേഷിച്ച് പോയി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇതൊക്കെ കേട്ട് ഈ കഥകളൊക്കെ ഏകദേശം കേട്ട് ബബിതയൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കായി പോവാണ്. തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയും ഒരു മുഖം ഉണ്ടായിരുന്നോ എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ബബിതയ്ക്ക് സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, തൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് അലീന ചേച്ചി എന്നുള്ളത്. ഇനി ഒരു കാരണവശാലും അലീന ചേച്ചീനെ ഇവിടെ നിന്ന് വിടാൻ സമ്മതിക്കില്ല എന്ന വാശി തന്നെയാണ് ബബിത നിൽക്കുന്നത്. അമ്മ എന്ത് കാണിച്ചാലും വേണ്ടില്ല, പക്ഷെ അലീന ചേച്ചീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞിവിടെ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മോളെ അമ്മയ്ക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ല. അപ്പം ബബിത ചിന്തിക്കുകയാണ്, എത്ര മോശമായിട്ടാണ് അമ്മ അലീന ചേച്ചിയുടെ അടുത്ത് ഓരോ വാക്കുകൾ പറഞ്ഞത്. അപ്പം ബബിതയ്ക്ക് കുറ്റബോധം തോന്നുകയാണ്. കാരണം തൻ്റെ അമ്മയോടൊപ്പം കൂടി താനും എത്രത്തോളം ദ്രോഹം അലീന ചേച്ചിയോട് ചെയ്തിട്ടുണ്ട്, എത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഒരു വിഷമം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കൃഷ്ണമോളും ബബിതയും കൂടെ റൂമിൽ പോയി കുറേ നേരം കരയാണ് കേട്ടോ. ബബിതയ്ക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എൻ്റെ സ്വന്തം ചേച്ചി ആയിരുന്നിട്ട് ഞാൻ ഈ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അലീന ബബിതയെ കാണാനായിട്ട് മാത്രം വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഈ വീട്ടിൽ ഞാൻ വന്നതിൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണ്. കാരണം ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന് തിരിച്ചറിയാണ്ടാണ് നീ എന്നെ സ്നേഹിച്ചത്. ആ സ്നേഹം, അതായത് ഒരു കൂടപ്പിറപ്പെന്ന് അറിഞ്ഞിട്ടല്ല നീ എന്നെ സ്നേഹിച്ചത്, അല്ലാണ്ടാണ് നീ എന്നെ സ്നേഹിച്ചത്. അപ്പം നിന്നിലെ മനസ്സ് എനിക്ക് എത്രത്തോളം എനിക്ക് അത് മനസ്സിലായി, നിന്നിലെ സ്നേഹം എന്താണെന്ന് മോളെ എന്ന് പറഞ്ഞ് ബബിതേനെ ആശ്വസിപ്പിക്കുകയാണ്. ബബിത അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ നമ്മുടെ അലീനയെ. അത് കഴിഞ്ഞിട്ട് ബബിത തന്നെ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്ത് ഈ സത്യങ്ങളൊക്കെ ചെന്ന് പറയുന്നുണ്ട്. അതായത് അലീന ചേച്ചി നമ്മുടെ അമ്മയുടെ സ്വന്തം മകളാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ബബിതയും രോഹിത്തും കൂടെ സംസാരിക്കാൻ കേട്ടോ. രോഹിത് വല്ലാതെ അങ്ങോട്ട് ഷോക്കായി പോവുകയാണ്. കാരണം സ്വന്തം കൂടെപ്പിറപ്പായിരുന്ന ചേച്ചിയെ ഞാൻ എന്തെല്ലാം രീതിയിൽ ദ്രോഹിച്ചു, എന്തൊക്കെ ചെയ്തു. ആ ഒരു കുറ്റബോധം രോഹിത്തിനെ വല്ലാണ്ട്, അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. സ്വന്തം കൂടെപ്പിറപ്പായിട്ട് കൂടി നമ്മൾ ദ്രോഹിച്ച ദ്രോഹം. അപ്പോൾ അതുകൊണ്ട് അവരൊരു തീരുമാനം എടുക്കുകയാണ്. എങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണെങ്കിലും ശരി, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ ജോലിക്കായിട്ടോ ഒന്നും പോകണ്ട, നമുക്കതിനെ വിടണ്ട എന്ന് തന്നെ അവരൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സ്റ്റാൻലി നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങിയാണ്. വണ്ടി ഓടിക്കുന്ന സമയം മുതൽ സ്റ്റാൻലിയുടെ മനസ്സിൽ പല പല ചിന്തകളാണ്. ബാലചന്ദ്രൻ പറഞ്ഞത് സത്യമാണ്, പക്ഷേ ഞാൻ ആ കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു ടെൻഷൻ നമ്മുടെ സ്റ്റാൻലിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നെടുമ്പുരയ്ക്കൽ വീടെത്തി കഴിഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ വണ്ടി നിർത്തിയിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ആ സമയത്ത് അലീന ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഫുള്ളായിട്ട് കഴിക്കുന്നില്ല കേട്ടോ. അപ്പം ബാലചന്ദ്രൻ മതി മോളെ എന്ന് പറഞ്ഞു. അപ്പം അലീന വഴക്ക് പറയാണ്, അതെ അച്ഛന് കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ് കേട്ടോ, ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോണമെന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീ പോയി കഴിഞ്ഞാൽ ആരാടി മോളെ അച്ഛനെ ഇതുപോലെ നോക്കണേ. അപ്പോൾ പറഞ്ഞു, അതൊക്കെ നോക്കാൻ എൻ്റെ ബബിത മോളും കൃഷ്ണമോളും ഒക്കെ ഉണ്ട്, അതൊന്നും അച്ഛൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആക്കിയാണ്. അലീനയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസമാണ്. ഇവരെയൊക്കെ വിട്ടു പോവുക, തൻ്റെ അച്ഛനും തൻ്റെ കൂടപ്പിറപ്പുകളും വല്ലാണ്ട് മനസ്സ്. പക്ഷെ ആ വിഷമമൊന്നും അലീന പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഇത്. ബാലചന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് അലീനയുടെ മുഖത്ത് നോക്കുമ്പോൾ. വല്ലാത്തൊരു നെടുവീർപ്പാണ് ബാലചന്ദ്രന്. അങ്ങനെ ബാലചന്ദ്രൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ് ഇവിടെ വരുന്നുണ്ട് മോളെ, അപ്പോൾ ഇവിടെ ഉണ്ട്, ഇപ്പോൾ വരുമായിരിക്കും എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ഇവിടെ വെച്ച് വീട്ടിൽ വെച്ചൊരു അതൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് മോളെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അച്ഛാന്ന് പറഞ്ഞിട്ട് അലീന അകത്തോട്ട് പോകണം കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സ്റ്റാൻലി വന്ന് ഗേറ്റ് ഹോൺ അടിക്കുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ ചെന്ന് ഗേറ്റൊക്കെ തുറക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്തെന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ മോളുണ്ട് അലീന, പിന്നെ എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോയിക്കുക, കോളേജിലും സ്കൂളിലൊക്കെ ആയിട്ട് അവർ പോയിക്കുക, പിന്നെ വൈജയന്തി ഇവിടെ ഇല്ല, അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. കാരണം അലീന ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പം സ്റ്റാൻലി ഒരു നെടുവീർപ്പോട് തന്നെ വണ്ടി ഗേറ്റിനകത്തൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ സ്റ്റാൻലി വന്നു, ബാലചന്ദ്രൻ അകത്തോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അലീന എപ്പോഴും അതുവഴി ഒന്ന് പാസ് ചെയ്ത് ഇങ്ങനെ പോവേനെ കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് മുഖം ഉയർത്തിയിട്ട് അത് ആരാ പോകുന്നതെന്നുള്ളത് നോക്കിയപ്പോൾ സ്റ്റാൻലിയുടെ കണ്ണുകൾക്കൊക്കെ ഒരു വല്ലാത്തൊരു അന്താളിപ്പ് പോലെ തോന്നുകയാണ്. എവിടെയോ കണ്ട ഒരു മുഖം പെട്ടെന്ന് എന്നാൽ കറക്റ്റായിട്ട് ആ മുഖം കിട്ടിയതുമില്ല. പക്ഷേ ആ സൈഡ് ചരിഞ്ഞ് പോയ പോക്കിൽ തന്നെ സ്റ്റാൻലിക്ക് വല്ലാത്തൊരു ഞെട്ടൽ പോലെ. അത് കഴിഞ്ഞ് സ്റ്റാൻലി ഇങ്ങനെ ബാലേന്ദ്രനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അലീന ചായ കൊണ്ടുവരുന്നു കേട്ടോ. ആ വരക്കം കണ്ടതോടുകൂടി സ്റ്റാൻലി ഭയങ്കരമായിട്ട് ഷോക്കായി പോവാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ അമ്മച്ചി തൻ്റെ അമ്മ, അത് സ്റ്റാൻലിയുടെ അമ്മ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി വളരെ ഞെട്ടലോടുകൂടി അലീനയുടെ മുഖത്തിങ്ങനെ നോക്കിയാണ് കേട്ടോ. തൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ തൻ്റെ അമ്മ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെയുള്ളൊരു ഫീലിങ്സ്. ഒരു നിമിഷം സ്റ്റാൻലി മനസ്സൊക്കെ ഒന്ന് പിടച്ചു പോയാണ്. അപ്പോഴേക്ക് അലീന ചായ കുടിക്കുമെന്ന് പറഞ്ഞ് ചായ കൊടുക്കുകയാണ്. അത് ഇങ്ങനെ മേടിക്കണം. സ്റ്റാൻലിയുടെ മുഖമൊക്കെ വല്ലാണ്ടാവുകയാണ്. അപ്പോൾ അലീന പറഞ്ഞ് ചായ തണുത്ത് പോകും കുടിക്കുക. ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അലീന അകത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ചോദിച്ചു, എന്തു പറ്റി പെട്ടെന്ന്, മോളെ കണ്ടില്ലേ? ഞാൻ കണ്ടു. എന്നിട്ട് സ്റ്റാൻലി വല്ലാണ്ട് ഇങ്ങനെ നെടുവീർപ്പിടുകയാണ് കേട്ടോ. എന്താണ് ഈ മുന്നിൽ കണ്ടത് എന്നുള്ള ഒരു ഞെട്ടലോടുകൂടി സ്റ്റാൻലി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലി പറഞ്ഞു, മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ ഒരു നിമിഷം എനിക്ക് മൈൻഡ് ഓക്കെ ആവണില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മരിച്ചുപോയ അമ്മച്ചിയെ ഈ മുന്നിൽ കാണണേന്ന്. ബാലചന്ദ്രൻ ഞെട്ടാണ്. ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ സ്റ്റാൻലി പറയണത്? അതെ, എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ അതേ പ്രതിരൂപം, അവളുടെ നടത്തയിൽ പോലും അതുപോലെ തന്നെ. സ്റ്റാൻലിക്ക് വിശ്വസിക്കാനായില്ല. ബാലചന്ദ്രനും ഒരു നിമിഷം ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, എൻ്റെ മകളാണ് ഇവൾ, എൻ്റെ മകള് തന്നെ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അതെന്താ ഇത്ര പെട്ടെന്ന്? കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ വാർത്ത് വെച്ചിരിക്കുന്ന അതേ രൂപം. ഇനി ഒരു DNA ടെസ്റ്റിനോ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൽ കൂടുതൽ എന്ത് തെളിവാ? എൻ്റെ അമ്മ 22 വർഷങ്ങൾക്ക് മുന്നേ, അതായത് അന്ന് വൈജയന്തി 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ സ്റ്റാൻലി നമ്മുടെ വൈജയന്തിയെ കാണുന്നില്ല. അപ്പം അതിനുശേഷം കുഞ്ഞുണ്ടായി. പക്ഷേ പിന്നെ വൈജയന്തിയോ കുഞ്ഞിനെ കുറിച്ചൊന്നും അറിയില്ല. ആ അമ്മ മരണപ്പെട്ടു ആ സമയത്ത് സ്റ്റാൻലിയുടെ. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ സ്റ്റാൻലി ആകെ അങ്ങ് അമ്പരപ്പിച്ച് കളഞ്ഞു. ബാലചന്ദ്രൻ പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. സ്വന്തം അമ്മയുടെ പ്രതിരൂപം എന്ന് പറയുമ്പോൾ ആ ഒരു ചായ അലീനയ്ക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ അല്ലേ, അവരുടെ വല്യമ്മയുടെ അതേ മുഖഛായ കിട്ടി. അപ്പോൾ ഇതിൽ കൂടുതലൊരു തെളിവ് ഇനി എന്താ? സ്റ്റാൻലി അങ്ങ് ഷോക്കായി പോകണല്ലോ. സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് നടക്കുകയാണ്. പുറത്തു പോയി ആ കണ്ണൊക്കെ തുടക്കുകയാണ്. കാരണം സ്റ്റാൻലിക്ക് അത്ര എന്ന് വെച്ചാൽ അച്ചു വെച്ചിരിക്കുന്ന പോലെയുള്ള അമ്മയുടെ അതേ രൂപം, ഒരു മാറ്റമില്ല. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല ഒന്നും പറഞ്ഞില്ല എന്നോട് മറുപടി? മകളെ കൊണ്ടുപോകോ ഇല്ലയോ, യെസ്സോ നോ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താണ് തീരുമാനം എന്ന് ചോദിച്ചു. അതെ, ഞാൻ എൻ്റെ മകളെ കൂടെ കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നുണ്ട് മിസ്റ്റർ ബാലചന്ദ്രൻ. പക്ഷെ ഒരുപാട് പേരെടുത്ത് എനിക്ക് പല മറുപടിയും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. പക്ഷെ അതൊന്നും ഈ സ്റ്റാൻലിക്ക് വിഷയമല്ല. പക്ഷെ എൻ്റെ മകളെ ഞാൻ എന്തായാലും എൻ്റെ ഒപ്പം ഞാൻ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയട്ടോ. ബാലചന്ദ്രന് വല്ലാതെ ഉള്ളൊന്ന് പിടയ്ക്കുകയാണ്. കാരണം അവളെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്ക് 100% മനസ്സിന് സമ്മതമാണ്, ഒരു മകളെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മതി, അവളെ കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ മകളെ പോലെ എനിക്ക് അവളെ നോക്കാനുള്ളതാണ് എന്ന് പറയുന്നത്. ബാലചന്ദ്രന് വല്ലാത്തൊരു വിഷമമാണ്. അലീനയെ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് സ്റ്റാൻലി പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയില്ല. കാരണം അവളുടെ സ്വന്തം അച്ഛനാണ്. എന്നെക്കാട്ടിലും അവകാശം അയാൾക്കാണ് അല്ലേ, ബാലേന്ദ്രനെക്കാട്ടിലും അവകാശം സ്റ്റാൻലിക്ക് തന്നെയാണ്. എന്തായാലും അവളുടെ ജീവിതത്തിന് അവളെ ഒരു അനാഥയല്ലാണ്ട് ഇനി വളരണമെങ്കിൽ അവൾക്കൊരു അച്ഛൻ, അമ്മയില്ലെങ്കിലും അച്ഛനെങ്കിലും അവളുടെ ഒപ്പം വേണം. ആ ഒരു ചിന്തയിൽ ബാലചന്ദ്രൻ അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലിക്കാണെങ്കിലും ഇനിയിപ്പോൾ അലീനയെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നാലും ഒരുപാട് പേരെടുത്ത്, കൂടപ്പിറപ്പുകളെടുത്താണെങ്കിലും ബന്ധുക്കളെടുത്താണെങ്കിലും ഭാര്യയും മക്കളെടുത്തും ഒക്കെ മറുപടി പറയേണ്ടി വരും. പക്ഷേ അത് എന്തൊക്കെയാണെങ്കിലും ഞാനത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം സ്റ്റാൻലി ഒരു തീരുമാനം എടുത്താൽ അതിന് പിന്നൊരു മാറ്റമില്ല. അതാണ് അതിൻ്റെ മെയിൻ ഇത്. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം സ്റ്റാൻലി വെളിയിലിറങ്ങി കാറിൽ വന്ന ശേഷം ഔദോക്കുട്ടിച്ചായനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പച്ച ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ അവളെ കണ്ടു. പോയി കണ്ടു, അത്ര തന്നെ, ഇനി അതിൽ കൂടുതലൊന്നുമില്ല. ഇപ്പം നിനക്ക് ബോധ്യമായല്ലോ ഇതൊക്കെ ഒരു തരം നമ്പറാണ്, നീ അതിൽ കൂടുതലൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറയും. അച്ഛാ, ഞാൻ
22 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയ എൻ്റെ അമ്മച്ചിയെ ഞാൻ ഇന്ന് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവതക്കുട്ടി ചായൻ ചോദിച്ചു, ഇതെന്താ നിനക്കെന്നാ ഭ്രാന്ത് പിടിച്ചോ? അവൾ മരിച്ചിട്ട് വർഷങ്ങൾ എന്താ, നീ എങ്ങനെ അമ്മച്ചിയെ കാണണേ? അച്ഛാ, നമ്മുടെ അമ്മച്ചി എന്താണോ അത് തന്നെയാണ് അലീന എന്ന് പറഞ്ഞു. അതേപോലെ അതേ നടത്ത, അതേ ഭാവം, അതേ മുഖം, അതേ ശരീരവും പൊക്കവും എല്ലാം നിറം വരെ നമ്മുടെ അമ്മച്ചി എങ്ങനെയുണ്ടോ അത് തന്നെയെന്ന് പറഞ്ഞു. ഔതകുട്ടി ചായൻ ഒരു നിമിഷം വല്ലാണ്ട് ഇതായിപ്പോയി. കാരണം നീ എന്തൊക്കെയാ സ്റ്റാൻലി ഈ പറയുന്നത്? അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അതേ അപ്പച്ച, എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്താണ് ഇവിടെ കണ്ടതെന്നുള്ളത്. അത്രയ്ക്ക് വരച്ചു വെച്ചിരിക്കണ പോലെ തന്നെ നമ്മുടെ അമ്മച്ചി ജീവനോട് നിൽക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു സീനോട് കൂടിയാണ് നാളത്തെ രംഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഔതക്കുട്ടി ചായൻ പോലും അലീനയെ കണ്ടു കഴിയുമ്പോഴൊക്കെ എന്താവും അല്ലേ? എന്തായാലും നമ്മുടെ സ്റ്റാൻലി നമ്മുടെ അലീനയെ കൊണ്ടുപോകുന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ അലീന പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ കൊണ്ടുപോയി പോവല്ലേ. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി മേടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അലീന അധികം ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. കാര്യം അലീനയ്ക്ക് അങ്ങനെ ഒത്തിരി മേടിക്കുന്നതൊന്നും ഇഷ്ടമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൈതക്കൽ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് മുത്തശ്ശിയോടും ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ പറഞ്ഞതാണ്, അതുകൊണ്ടാട്ടോ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മനുവിനോടും അതുപോലെ സ്വന്തം അമ്മയായ വൈജയന്തിയോടും പറയുന്നുണ്ട് ഞാൻ പോവാണ് എന്നുള്ള കാര്യം. നീ എന്നോട് പറയുന്നത് എന്തിനാ? നീ പോകുമെന്ന് കുറേ നാളായി എന്നോട് പറയുന്നുണ്ട്. നിനക്ക് പൊക്കൂടെ? നിൻ്റെ ആ വലത് കാല് എന്നെടുത്ത് എൻ്റെ വീട്ടിൽ വെച്ചോ, അന്ന് എൻ്റെ കുടുംബം തൊലഞ്ഞതാണ്. എവിടെയോ പിഴച്ചുണ്ടായ നീ എൻ്റെ ജീവിതം കുളം തോണ്ടാനല്ലേടി വന്നതെന്നും പറഞ്ഞ് വീണ്ടും പറയണേ. പക്ഷേ ആ സമയത്ത് അലീനയുടെ നിയന്ത്രണം വിട്ടിട്ട് അലീന പറയുന്നുണ്ട്, എന്നെ പറയുമ്പോൾ മാഡം ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം. മാഡം ഒരു 10-22 വർഷം ഒന്ന് പുറകിലോട്ട് പോകണം. എന്നെ പറയാനുള്ള ആ ഒരു ഇത് മാഡത്തിനുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിച്ച് നോക്കണമെന്നൊക്കെ പറയാനായിട്ടോ. അപ്പോൾ ആ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ നാളത്തെ മഴതോരും മുമ്പേ സീരിയൽ അടിപൊളി ട്വിസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കൃത്യം ഒരു 6:45, 7 മണിയോട് കൂടെ തന്നെ നമ്മുടെ സാന്ത്വനം 2 ഇട്ടിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്